ഹലോ, നമസ്കാരം. എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മളുടെ ടിക്ടോക്കിലും അതുമാതിരി യൂട്യൂബിലും ഒക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന വാക്സ് ഫ്ലവേഴ്സ് ആണ്. വാക്സ് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ മെഴുക് അല്ലെങ്കിൽ വാക്സ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇത് കാണാൻ നല്ലൊരു കൗതുകമാണ്. അതുമാതിരി നമുക്ക് മെഴുകുതിരിയിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറയുന്നതൊക്കെ കേൾക്കുന്നത് തന്നെ ഒരു കൗതുകമല്ലേ. നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വലിയ ചിലവൊന്നുമില്ല. ഒരു മെഴുകുതിരിയുടെ ആവശ്യമുള്ളൂ. നമുക്ക് മെഴുക് പൂക്കൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് മെഴുക് അല്ലെങ്കിൽ വാക്സ് ആണ്. അതിന് ഞാൻ സാധാരണ ഒരു മെഴുകുതിരിയാണ് എടുത്തേക്കുന്നത്. ഇത് കുറച്ച് വലിയൊരു മെഴുകുതിരിയാണ്. സാധാ ചെറിയ മെഴുകുതിരികൾ എടുത്താലും മതി. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുകയാണ്. പാത്രം നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും പഴയ പാത്രങ്ങൾ എടുക്കണതാണ് നല്ലത്. കാരണം മെഴുക് പാത്രത്തിൽ പറ്റിപ്പിടിച്ചാൽ പോകാൻ ബുദ്ധിമുട്ടാണ് കഴുകിയെടുക്കുമ്പോൾ. അപ്പോൾ ഇതാ ഞാൻ മെഴുക് ചെറുതായിട്ട് ചിരണ്ടി ഇട്ടിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക്. ഈ മെഴുക് ഉരുക്കിയെടുക്കാനായിട്ട് നമ്മൾ ഡയറക്റ്റ് തീയിൽ വെച്ചല്ല ഉരുക്കിയെടുക്കുന്നത്. ഒരു പാത്രത്തിൽ വെള്ളം വെക്കുക, അതിലേക്ക് നമ്മളുടെ മെഴുക് അരിഞ്ഞിട്ട പാത്രം വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് വെള്ള കളറായതുകൊണ്ട് തന്നെ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കളർ കിട്ടണമെങ്കിൽ അതിന് നമ്മൾ സാധാ പെയിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്രയോണില്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട ക്രയോണും ഈ മെഴുകിൻ്റെ കൂടിയിട്ട് ഉരുക്കിയെടുക്കുക. ഇപ്പോൾ ഇതാ മെഴുകെല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ അതൊരു പിങ്ക് കളറായിട്ടുണ്ട്. നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന ക്രയോണിൻ്റെ കളർ അനുസരിച്ച് അതിൻ്റെ കളറ് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിലെ തിരി ഞാൻ ആദ്യമേ മാറ്റിയില്ലെങ്കിൽ മെഴുക് ഉരുകിയ ശേഷം മാറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ വെള്ളം എടുക്കുന്ന പാത്രത്തിൽ വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഴുക് വെക്കുന്ന പാത്രത്തിനേലും താന്ന് നിൽക്കണം. കാരണം മെഴുകും വെള്ളവും കൂടി മിക്സ് ആവരുത്. വെള്ളം ചൂടായി കഴിയുമ്പോൾ ഇനി നമ്മൾക്ക് പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അത് ഞാൻ മെഴുകുരുക്കാൻ വെച്ചിരുന്ന ആ വെള്ളത്തിൽ തന്നെയാണ് മെഴുക് വെച്ചിരിക്കുന്നത്. പുറത്തെടുത്ത് വെക്കേണ്ട, പെട്ടെന്ന് കട്ടയായി പോവും. പിന്നെ വേണ്ടത് ഐസ് വാട്ടറാണ്. ഞാൻ കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടെടുത്തേക്കാണ്. ഞാൻ ഈ 3 വിരൽ ഉപയോഗിച്ചുള്ള പൂക്കളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ വിരൽ ഞാൻ കാണിച്ച പോലെ പിടിക്കുക. അതിനുശേഷം ഐസ് വാട്ടറിലൊന്ന് കൈ മുക്കുക ആദ്യമേ. അതിനുശേഷം മെഴുകിൽ കൈ മുക്കുക. അപ്പോൾ ഇതാ ഞാൻ നോക്കുമ്പോൾ ഇത് നല്ല ഈവണായിട്ട് മിക്സ് ആയിട്ടില്ല ക്രയോണായിട്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇളക്കി കൊടുക്കുകയാണ് നല്ലപോലെ മിക്സ് ആക്കാൻ വേണ്ടി. ഒരു ചെറിയ മറ്റേ സ്ക്യൂവറോ അല്ലെങ്കിൽ ഫോർക്കോ ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാവുന്നതാണ്. നല്ല പാത്രങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കഴുകിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതാ ഇതുപോലെ 3 വിരൽ വെള്ളത്തിൽ മുക്കിയിട്ടുണ്ട്. അതിനുശേഷം വാക്സിൽ മുക്കി. അപ്പോൾ ഇതിന് കളർ കുറവാണ്, അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടി വെള്ളത്തിൽ മുക്കി, പിന്നെ വാക്സിൽ മുക്കി, പിന്നെ നമ്മളുടെ കമ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മൾ വിരൽ ഐസ് വാട്ടറിലും മെഴുകിലും ഡിപ്പ് ചെയ്യേണ്ടതെന്ന്. ഇനി നമ്മൾക്കിത് കമ്പിൽ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഐസ് വാട്ടറിലും മെഴുകിലും ഡിപ്പ് ചെയ്ത ശേഷം അത് നമ്മൾക്ക് കമ്പ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ നേരത്തെ ഞാൻ കാണിച്ച മാതിരി 3 വിരൽ ആ കമ്പ് സെൻറ്ററിലാക്കി ഹോൾഡ് ചെയ്ത് പിടിക്കുക. കുറച്ച് സമയം അങ്ങനെ പിടിക്കേണ്ടി വരും. അധികം സമയമൊന്നുമല്ല, കുറച്ച് സമയം നമ്മളുടെ കയ്യിൽ നിന്ന് ആ മെഴുക് വിട്ട് വരുന്നത് വരെ. അത് നമ്മളുടെ കയ്യിൽ നിന്ന് മെഴുക് തന്നെ വിട്ട് വരും. അതിന് നമ്മൾ ബലം കൊടുത്ത് പിടിക്കാൻ നോക്കരുത്. അപ്പോൾ ആ പൂക്കൾ ഒന്നില്ലെങ്കിൽ പൊട്ടിപ്പോ, അല്ലെങ്കിൽ ആ മെഴുക് നമ്മളുടെ കയ്യിൽ തന്നെ ഇരിക്കും. കണ്ടില്ലേ, ഇപ്പോൾ കൈ വിട്ട് നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് ലൂസായി വരുന്നുണ്ട്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഫ്ലവർ. കണ്ടില്ലേ, ആ 3 വിരലിൻ്റെ ഇതിന് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 1 വിരൽ 2 വിരൽ 3 വിരലൊക്കെ ആയിട്ട് അത് കണ്ടില്ലേ, ഇതാണ് 3 വിരൽ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഫ്ലവർ. ഇപ്പോൾ ഞാൻ അടുത്തതും കൂടി ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഇത് പിന്നെ ഞാൻ സാധാരണ ഒരു ചെടിയുടെ കമ്പ് എടുത്തിട്ട് പച്ച കളർ പെയിൻറ്റ് അടിച്ചേക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്യൂവറിലോ ഈർക്കിലോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ പൂക്കൾ ആ കമ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എനിക്ക് ഇഷ്ടമുള്ള മാതിരി ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ഇതുപോലത്തെ കമ്പാണ് എടുക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശിഖരമുള്ള കമ്പ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല രസമായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള കളർ പൂക്കൾ ഉണ്ടാക്കാം. അതിനൊന്നില്ലെങ്കിൽ കളറുള്ള മെഴുകുതിരി എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഇഷ്ടമുള്ള കളർ ക്രയോൺ ഇട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, കൈ കമ്പിൽ നിന്ന് വിട്ട് വരുന്ന ആ പാകത്തിൽ മാത്രം കൈ വലിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ മെഴുക് ഉരുക്കാൻ വെക്കുന്ന പാത്രത്തിൻ്റെ ഒരു അര ഭാഗം, ഏറ്റവും നല്ലത് 1/4 ഭാഗങ്ങളിലും മെഴുക് ഉരുകിയ ശേഷം അത്രയും വരുന്ന രീതിയിൽ മെഴുകെടുക്കുക. കാരണം നമ്മൾ തീരെ ചെറിയ ക്വാണ്ടിറ്റി മെഴുകെടുക്കുകയാണെങ്കിൽ നമ്മുടെ കൈ ഡിപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ മെഴുകിന് നല്ല ചൂടായിരിക്കും. അപ്പോൾ പൂക്കൾ അങ്ങനെ ശരിയായി വരണം എന്നില്ല. എനിക്കങ്ങനെ വന്നിട്ടില്ല. പിന്നെ ഇതിപ്പോൾ ആദ്യമേ ചെയ്യുമ്പോൾ 1-2 പൂക്കളൊന്നും ശരിയായിട്ട് വരില്ല. ഒരു 3-4 എണ്ണം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് നല്ലപോലെ ശരിയായിട്ട് വരും. പിന്നെ നമ്മൾ മെഴുക് ഉരുകിയ ശേഷം 1 മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം വേണം പൂക്കൾ ഉണ്ടാക്കി തുടങ്ങാൻ. അല്ലെങ്കിൽ അത്ര കറക്റ്റായിട്ട് വരത്തില്ല. ഒന്ന് തണുത്ത ശേഷം ഉണ്ടാക്കി തുടങ്ങാം.
ഞാനൊരു കമ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാ മെഴുക് കട്ടയായി തുടങ്ങിയിട്ടുണ്ട്. കട്ടയായി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, നേരത്തെ പോലെ തന്നെ ചൂടാക്കി എടുക്കുക. അടുത്ത കമ്പും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത കൊമ്പിലും ഞാൻ ഇതുമാതിരി പൂക്കൾ ഉണ്ടാക്കുകയാണ്. അതിന് ഐസ് വാട്ടറിൽ ഡിപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ മെഴുകിൽ ഡിപ്പ് ചെയ്യുക. ഞാനിത് 3 പ്രാവശ്യം ഡിപ്പ് ചെയ്യുന്നുണ്ട് മെഴുകിൽ. ഓരോ പ്രാവശ്യം ഐസ് വാട്ടറിൽ ഡിപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. കണ്ടോ, ഒരു പ്രാവശ്യം ഐസ് വാട്ടർ, പിന്നെ മെഴുക്, പിന്നെ ഐസ് വാട്ടർ, പിന്നെ മെഴുക്. മെഴുകിൽ ഡിപ്പ് ചെയ്ത ശേഷം വേണം നമ്മൾ കമ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇത് കുറച്ചും കൂടി ഭംഗിയായിരിക്കും 5 വിരലൊക്കെ വെച്ച് പൂക്കൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഞാനിപ്പോൾ ഇതിൽ മെയിനായിട്ട് ഉണ്ടാക്കിയേക്കുന്നത് 3 വിരൽ, പിന്നെ ചെറുത് ഇടയ്ക്കിടയ്ക്ക് സ്ഥലം തികയാതെ വന്നപ്പോൾ 1 വിരൽ 2 വിരൽ വെച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. 3 വിരൽ ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പമായിട്ട് നമുക്ക് 2 വിരലൊക്കെ വെച്ച് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്ന പൂക്കൾ. കാണാൻ നല്ല ഭംഗിയിൽ, അധികം ചിലവൊന്നുമില്ല. അത് ഒരു മെഴുകുതിരിയുടെ ചിലവുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത് നല്ലൊരു ഫ്ലവർ വേസിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ഉണ്ടാക്കിയൊരു സാധനം നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ നല്ല ക്യൂട്ട് ബേബി പിങ്ക് കളറിലുള്ള വാക്സ് ഫ്ലവേഴ്സ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല എളുപ്പമാണ്, എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ഉണ്ടാക്കി കഴിയുമ്പോൾ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഫീഡ്ബാക്ക്സ് കമൻസിൽ കൂടെ അറിയിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന മാതിരി തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൊണ്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു.